ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണാണ്. ഈ ബണ്ണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ ഗോതമ്പ് പൊടി എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ചേർക്കുന്നത് 1 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈസ്റ്റ് തന്നെ വേണം, എന്നാലല്ലേ നമുക്ക് ബ്രെഡിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈസ്റ്റ് ചേർക്കുക. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി വേണമെന്നോ നിർബന്ധമൊന്നുമില്ല, തികച്ചും ഓപ്ഷണലാണ്. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ ഇതുപോലത്തെ ബണ്ണിൻ്റെ റെസിപ്പി ഇടുമ്പോൾ എല്ലാവരും മിക്കവരും ചോദിക്കാറുണ്ട് ഈസ്റ്റിന് പകരം എന്താണെന്ന്. ഈസ്റ്റിന് പകരം ഒന്നുമില്ല, ഇതൊരു ബണ്ണായതുകൊണ്ട് ഈസ്റ്റ് തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറു ചൂടുള്ള പാല്, ഒത്തിരി തിളച്ച പാലൊന്നും വേണ്ട, വളരെ ലൈറ്റ് ആയിട്ടുള്ള ചൂട് വേണം താനും. അപ്പോൾ ആ ഒരു ചെറിയ ചൂടുള്ള പാല് ആവശ്യത്തിന് ഒഴിച്ച് നമുക്കിതൊന്ന്, നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതേ കണക്കിനൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു കണക്ക് ഞാൻ പറയുന്നില്ല, കാരണം ഓരോ പൊടിക്കും ഓരോ നനവും അല്ലെങ്കിൽ പാല് കുടിക്കുന്ന അല്ലെങ്കിൽ വലിച്ചെടുക്കുന്നതൊക്കെ ഓരോ പൊടിക്കും വ്യത്യസ്തമാണ്. അപ്പം ഞാൻ എന്താണെങ്കിലും ആവശ്യത്തിനനുസരിച്ച് ഇതൊന്ന് പാലൊഴിച്ച് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1/2 ടീസ്പൂൺ വരുന്ന ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്. ഒരിക്കലും വെളിച്ചെണ്ണ ചേർക്കണ്ട, ഓയിലാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാടൻ മണത്തിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ എടുക്കുക. എന്നിട്ട് ഇതൊന്നും കൂടെ സമയമെടുത്ത് 1 മിനിറ്റ് സമയമെടുത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ മാവൊക്കെ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊന്തി വരണം. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ പൊന്തി കുറച്ചൊന്ന് പുളിച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അപ്പം ഞാൻ അതിനായിട്ട് ഇതൊന്ന് മൂടി വെക്കുന്നതിന് മുൻപ് ഞാൻ കുറച്ചും കൂടെ എണ്ണ ഈ പാത്രത്തിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ എണ്ണ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ മാവിൻ്റെ മേലൊന്ന് തടവി കൊടുത്ത് അതുപോലെ പാത്രത്തിലും ഒന്ന് ചെറുതായിട്ടൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫിലിം പേപ്പർ വെച്ചിട്ടോ നമുക്കിതൊന്ന് മൂടി നല്ല ചൂടുള്ള സ്ഥലത്ത് ഒരു 2 മണിക്കൂറൊക്കെയെങ്കിലും നമുക്ക് മാറ്റി വെക്കാം. അതിപ്പോൾ ഇത്രയും 2 മണിക്കൂറെന്നല്ല, നമ്മൾ എടുക്കുന്ന നമ്മുടെ ഓരോ സ്ഥലത്തിന് അനുസരിച്ചിരിക്കും കേട്ടോ. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നിടത്ത് നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി സമയം എടുത്തിട്ടാണ് ഇത് പൊന്തി വന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 2 മണിക്കൂറൊക്കെ ധാരാളം മതിയാവും. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് ഫിലിം പേപ്പർ വെച്ച് മൂടി വെച്ച് നമുക്കൊരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 2 മണിക്കൂർ, ഞാനിപ്പോൾ ഇവിടെ 3 മണിക്കൂറോളം സമയം എടുത്തു. എന്നിട്ടും നമുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ മാവ് നന്നായിട്ടൊക്കെ പുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിനൊന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു. മാത്രമല്ല ഇതിനകത്തുനിന്ന് കണ്ടോ, ഇതുപോലെ നമ്മൾ മാവ് പുളിച്ച് വരുമ്പോഴുള്ള ഒരു ഈ പതഞ്ഞ് വരുന്ന ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു മിനിറ്റും കൂടെ സമയം എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം മാവ് സമയമെടുത്ത് കുഴയ്ക്കുന്നോ അത്രത്തോളം നമ്മുടെ ബ്രെഡ് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, ഞാൻ ഈ ഒരു മാവിനെ തന്നെ 3 ആയിട്ടൊന്ന് പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊരു ഒരു ഉണ്ടയൊക്കെ ആക്കി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു കത്തി വെച്ച് മുറിക്കൊന്നും വേണ്ട, നമ്മളൊരു ഊഹത്തിന് ഇതൊന്ന് 3 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ മതിയാവും. അപ്പം ഞാൻ ഈ ഒരു കണക്കിനാണ് ഒരു ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഉള്ളിലോട്ട് കണ്ടോ ഇതേപോലെ ഒന്ന് ബോളാക്കി എടുക്കണം. എന്താ പറയുക, ഈ ഒരു ഷേപ്പിലാക്കി എടുക്കണം. നമ്മൾ മേൽഭാഗത്ത് നിന്ന് എടുത്തെടുത്ത് താഴോട്ടത്തേക്ക് അത് കുത്തി വെച്ചിട്ടുള്ള ഒരു രീതിക്കാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതൊന്നൊരു നനഞ്ഞ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കിച്ചൺ ടവലൊന്ന് നനച്ചിട്ട് അതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വരാം. അപ്പോൾ അതവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇച്ചിരിയും കൂടെ നമുക്കിതൊന്ന് പൊന്തി വരും കേട്ടോ. നമ്മൾ നേരത്തെ വെച്ചതിനേക്കാളും സൈസ് ഇച്ചിരിയും കൂടി ആവും. അതല്ല, നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നല്ല ഡബിളായിട്ട് തന്നെ കിട്ടും ചെയ്യും. എനിക്ക് അങ്ങനെ വലിയ ഡബിളായിട്ടൊന്നും കിട്ടിയില്ല, കാരണം സമയമെടുക്കും അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞെന്ന്, കാരണം ചൂട് ഒട്ടും ഇല്ലാത്തതുകൊണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പിരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് മാറ്റി നമ്മളിത് എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഒരു കാര്യങ്ങൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്യോ ഒന്നുമില്ല. അപ്പം ഞാൻ ഇന്ന് നമ്മൾ സാധാരണ ബണ്ണെന്നൊക്കെ പറയുമ്പോൾ വട്ടത്തിലൊക്കെ അല്ലേ, അല്ലെങ്കിൽ നല്ല ബോളായിട്ടല്ലേ എടുക്കുക. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് പരത്തി വേറൊരു ഷേപ്പിലാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കാം.
അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ബോളിൽ നിന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളമാണ് സൈസ് വേണ്ടതെന്നനുസരിച്ച് നമുക്ക് ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ ആ കട്ടിംഗ് ബോർഡിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. നമ്മൾ സാധാരണ കാണുന്ന ഷേപ്പിനേക്കാളും ഒക്കെ ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. വട്ടത്തിൽ നമ്മൾ ബണ്ണൊക്കെ കഴിക്കുന്നതിനേക്കാളും ഈ ഷേപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അതാണ് ഇഷ്ടം. പിന്നെ ഞാൻ ഒരു കമൻറ്റ് ഞാൻ വായിച്ചായിരുന്നു, അത് ഞാൻ പറയണം എന്ന് ഓർക്കും എപ്പോഴും. എന്നോട് കുറേ പേരായിട്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ വീഡിയോസിലിടയ്ക്ക് കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുന്നത് അവർക്കൊരു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് ഒരു ഇഷ്ടക്കുറവ് പോലെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇവിടെ മെയിൻലി, അപ്പം എൻ്റെ കാര്യം ഞാൻ പറയുവാണെങ്കിൽ ഞാനിവിടെ മെയിൻലി ഫുഡ് ഉണ്ടാക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങളിൽ നിന്ന് എടുത്ത് പറയുന്നത്. അപ്പോൾ അതിൽ ബുദ്ധിമുട്ട് തോന്നുന്നവർ ക്ഷമിക്കുക എൻ്റെ അടുത്ത്. കാരണം നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ അധികം നമ്മുടെ വീട്ടിലുള്ള നമ്മളൊരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ഒരു നല്ല അഭിപ്രായം കേൾക്കാനും അവരെ സന്തോഷിപ്പിക്കാനൊക്കെ അല്ലേ നോക്കാറ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനത്തെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു വർത്താനം എൻ്റെ അല്ലെങ്കിൽ ഒരു വാക്ക് വായിന്ന് വീഴുന്നത്. അപ്പം ബുദ്ധിമുട്ടുള്ളവർ എൻ്റെ അടുത്ത് ക്ഷമിക്കുക. പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് എൻ്റെ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അധികം സ്നാക്ക് ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് മെയിൻലി എൻ്റെ വീട്ടിലുള്ള എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് എനിക്ക് വീഡിയോ കൂടെ പറയണമെന്ന് തോന്നി. കുറച്ച് ദിവസമായി ഞാനതിങ്ങനെ പറയാനെന്ന് ഓർക്കും, പക്ഷെ ഞാനത് വിട്ടുപോകും. അപ്പോൾ ശരി, അപ്പോൾ ഇനി ഇതുപോലെ ഞാനൊക്കെ ഇങ്ങനെ പരത്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഞാനൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റോളുകളൊക്കെ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടിക്കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിനകത്ത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്, അല്ലാതെ വെളിച്ചെണ്ണ അല്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടായതിന് ശേഷം അതിനകത്തോട്ട് നമ്മളിത് റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ബ്രെഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതിൻ്റെ നിറമൊക്കെ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആകുന്നത് വരെ വെയിറ്റ് ചെയ്ത് നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ബേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ബേക്ക് ചെയ്തെടുക്കും ചെയ്യാം കേട്ടോ. ഇതിന് വേറെ ഒന്നുമില്ല. ഇതിൻ്റെ മേലെ അല്പം പാലോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ തടവി കൊടുത്താൽ പാലാണ് ഏറ്റവും നല്ലത്. കാരണം എല്ലാവർക്കും മുട്ടയുടെ ആ ഒരു മണം ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നമുക്ക് ആ ഒരു മുട്ടയുടെ പാല് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഓവനിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ വിട്ടുപോയി, സ്പീഡിൽ അങ്ങ് പോയതുകൊണ്ട്. അങ്ങനെ ഞാൻ വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് അത് ഒരെണ്ണം ഞാൻ എപ്പോഴും ഇടുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് കൂടുതലോ കുറവോ ഇട്ട് കൊടുക്കാം. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും സ്പീഡ് കൂട്ടി ഇട്ട് വറുത്ത് കഴിഞ്ഞെന്നാൽ ഇതിൻ്റെ പുറംഭാഗം നല്ല ഭംഗിയിലൊക്കെ വരും, അകം ഒട്ടും വേവില്ല, പിന്നെ ഇത് കഴിക്കാനേ കൊള്ളത്തില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ക്ഷമയോടെ കൂടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള ബണ്ണ് ഇവിടെ റെഡിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് അവർക്ക് വൈകുന്നേരം ഒരു പലഹാരത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇതേപോലെ ഗോതമ്പ് പൊടിയും പാലും, ഇതിന് പാൽപ്പൊടി തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. പാൽപ്പൊടി ചേർക്കാത്തത് കൊണ്ട് ഇതിന് ഒരു രുചിക്കുറവൊന്നും വരാനൊന്നും പോകുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല സോഫ്റ്റ് അല്ലേ, ബ്രെഡിൻ്റെ പോലെ. ഞാനിത് ഇച്ചിരി ചൂടായിട്ട് മുറിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, ബ്രെഡിൻ്റെ ആ ഒരു ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നത്. നിങ്ങൾ കുറച്ച് ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കഴിച്ചാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ചായയിലൊക്കെ മുക്കി കഴിക്കാനൊക്കെ ഇത് സൂപ്പറാണ്. എനിക്കറിയില്ല എല്ലാവർക്കും അത് ഇഷ്ടമാണോ എന്ന്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.